എൻ്റെ പേര് നിഷാദ്. ഞാൻ കൊല്ലം പുനലൂർ സ്വദേശി. ന്യൂസിലാൻഡ് തൊഴിൽ വിസ തട്ടിപ്പിൽ ഇരയായ ഒരു വ്യക്തിയാണ്. 11.5 ലക്ഷം രൂപ ന്യൂസിലാൻഡിലേക്ക് വ്യാജരേഖകളും ഓഫർ ലെറ്ററും ചമഞ്ഞ് അതിലെ മുഖ്യപ്രതിയായ ചിഞ്ചു എസ് അനീഷ് എന്ന് പറയുന്ന ഗൂഗിൾ മീറ്റിൽ വരികയും അക്കൗണ്ട് വഴി ബിജുകുമാറിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറയുകയും ചെയ്ത ഇതിലെ പ്രതിയായ ചിഞ്ചു അനീഷിനെ എറണാകുളത്ത് വെച്ച് പുനലൂർ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയുണ്ടായി. ഇപ്പം പുനലൂർ പോലീസ് സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ചിഞ്ചുവിനെ മേളിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുനലൂർ ഫെഡറൽ ബാങ്കിൽ നിന്ന് 2 തവണകളായി ഫ്ലൈവില്ലോട് അക്കൗണ്ടിലോട്ട് പെരുമ്പാവൂർ ഉള്ള സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് 11.5 ലക്ഷം രൂപ ന്യൂസിലാൻഡിലേക്ക് പോകുവാൻ വേണ്ടിയാണ് നമ്മൾ 2 ഘട്ടങ്ങളായിട്ട് ട്രാൻസ്ഫർ ചെയ്തത്. ഫസ്റ്റ് ബാച്ചിൽ പോയ ഒരു 10 പേരോളം അവിടെ പോയി കുടുങ്ങിപ്പെടുകയും അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഗൂഗിൾ മീറ്റിൽ വന്നിട്ട് പെട്ട് കിടക്കുകയെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ബാച്ചായി നമ്മൾ വരിക. 5 പേര് ഉൾപ്പെടുന്ന ഒരു ഗൂഗിൾ മീറ്റിൽ വരികയും ഞാൻ എൻ്റെ ഫണ്ട് എനിക്ക് ഓഫർ ലെറ്ററും വ്യാജരേഖകളും സംശയം തോന്നിയതിനെ തുടങ്ങി തിരികെ ചോദിച്ചു. എൻ്റെ ഫണ്ട് ചോദിച്ചപ്പോൾ അതിനുവേണ്ടി അവരൊരു ഗൂഗിൾ മീറ്റ് ക്രിയേറ്റ് ചെയ്യുകയും അതിൽ വന്നിട്ട് പറഞ്ഞു നിഷാദിൻ്റെ വിസ ന്യൂസിലാൻഡ് എമിഗ്രേഷൻ സൈറ്റിൽ ആക്ടിവേഷനായി കിടക്കുകയാണ്, അത് മെയിലിലോട്ട് ഫോർവേഡ് ചെയ്യുന്ന താമസമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ട് 2 ഘട്ടങ്ങളിലായിട്ട് പുനലൂർ ഫെഡറൽ ബാങ്കിൽ നിന്ന് 11.5 ലക്ഷം രൂപ ഇപ്പോൾ തട്ടിയെടുത്തിട്ട് ഇവർക്ക് ഇപ്പം പോലീസിൽ ഞാൻ പരാതി കൊടുക്കുകയുണ്ടായി. പുനലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയുണ്ടായി. പിന്നെ പുനലൂർ പോലീസ് സ്റ്റേഷൻ ക്രൈം 936/2024 അല്ലാതെ കറവൂർ സ്വദേശിയായ നിഷാദ് എന്നയാൾ ഇവിടെ ന്യൂസിലൻഡിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് 11.5 ലക്ഷം രൂപയുടെ നിന്നും എറണാകുളം സ്വദേശികളായ ഒരു ബിജു, അയാളുടെ സഹോദരനായ ബിനിൽകുമാർ, അവിടുത്തെ ഒരു സ്റ്റാഫായ ബിജി, അതുപോലെ ചിഞ്ചു എന്നിവർ ചേർന്ന് കബളിപ്പിച്ചതിനടുത്ത ഒരു കേസുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തെ 1-ാം പ്രതിയെ നമ്മൾ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം 2-ാം പ്രതി മുൻകൂർ ജാമ്യത്തിന് പോയിട്ടും ജാമ്യം കോടതി തള്ളിയതാണ്. അയാൾ ഇതുവരെ ഹാജരായിട്ടില്ല. അങ്ങനെ അതിൽ അന്വേഷിച്ച് വരവെയാണ് 4-ാം പ്രതിയെപ്പറ്റി അന്വേഷിച്ചപ്പോൾ 4-ാം പ്രതി എറണാകുളത്ത് നമ്മുടെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് വീട്ടിലുള്ളതായിട്ട് നമുക്ക് വിവരം ലഭിച്ചു. ഇന്നലെ നമ്മളവിടെ ചെന്ന് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇന്ന് അവരെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് സമാനമായ നിരവധി കേസുകളുണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ 2023 കേസുകളുണ്ട്. ഇപ്പോൾ കാലടി പോലീസ് സ്റ്റേഷനിൽ തന്നെ 2024 3ഓളം ഇതേപോലുള്ള സമാനമായ രീതിയിലുള്ള തട്ടിപ്പണത്തിന് കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിയമപരമായ നടപടിക്ക് ശേഷം നമ്മൾ ഇന്ന് തന്നെ അവരെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നതാണ്. ഇവിടെ 11.5 ലക്ഷം രൂപ നിഷാദ് എന്ന് പറയുന്ന നമ്മുടെ പരാതിക്കാരൻ്റെ നിന്ന് 11.5 ലക്ഷം രൂപ പലതവണയായിട്ട്, അത് ഇവരുടെ അക്കൗണ്ടിലേക്കല്ല, അതായത് ബിനിൽ എന്ന് പറയുന്ന 1-ാം പ്രതിയുടെ സഹോദരനായ ബിജുവിൻ്റെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ ബിജുവും ഇവരും തമ്മിൽ പിന്നീട് തിരക്കിയപ്പോഴാണ് ഈ പറയുന്നവരും ഈ 4-ാം പ്രതിയെ ചിഞ്ചുവും തമ്മിൽ ട്രാൻസാക്ഷൻസ് സാധാരണ നടന്നിട്ടുണ്ട്. കാരണം ഇവർ കാൻഡിഡേറ്റ്സ് ചെയ്യുന്ന വാങ്ങുന്ന പൈസകളുടെ ഇവർ പല ഫീസുകൾ ഇനത്തിലൊക്കെ അവർക്കും പോയിട്ടുണ്ട്. ഒരു ന്യൂസിലൻഡിലേക്ക് സീപോർട്ടിലേക്കുള്ള വിസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇവർ ഇത് നമ്മുടെ 4-ാം പ്രതിയാണ്. അതിനകത്ത് ഗൂഗിൾ മീറ്റിലൊക്കെ കാൻഡിഡേറ്റ്സുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് അവരെ ഈ ജോബ് വേക്കൻസിയെ പറ്റി കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഈ പൈസ ഈ 1-ാം 1-ഉം 2-ഉം പ്രതികൾക്കൊക്കെ കൈമാറാൻ ഉള്ള ഇടനിലയെന്ന് പ്രവർത്തിച്ചത് ഇവരാണെന്നാണ് മനസ്സിലാക്കിയത്. ആദ്യ അറസ്റ്റല്ല, ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലെടുത്ത 2023 കേസിൽ ചിഞ്ചുവിൻ്റെ ഭർത്താവും അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. അതിന് ജാമ്യത്തിലായിരുന്നു. അവർ റിമാൻഡായി ജാമ്യത്തിലാണ്. പിന്നീട് ജാമ്യം കിട്ടുക.